നമ്മൾ ബോധപൂർവം ശ്വാസമെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ ബോധമനസ്സുമായി കണക്ട് ചെയ്യുന്നു. കാരണം ബോധപൂർവകമായ ശ്വസനം വഴി നമ്മുടെ അതിജീവനത്തിനു വേണ്ടി കഥകൾ മെനഞ്ഞ് നമ്മെ പിന്നിലോട്ട് വലിക്കുന്ന അമിഗ്ഡാല എന്ന ഭാഗം ഉൾപ്പെടുന്ന തലയുടെ പിൻഭാഗത്ത് നിന്ന് നമ്മുടെ ചിന്തകളുടെ നിയന്ത്രണത്തെ തലയുടെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഈ ഭാഗം ലോജിക്കലായും റീസണബിളായും ചിന്തിക്കുവാനും സർഗാത്മകതയ്ക്കും മറ്റും സഹായിക്കുന്നു. നമ്മൾ എപ്പോഴും ശ്വസിക്കുന്നുണ്ടെങ്കിലും ഭയപ്പെട്ടിരിക്കുന്ന എന്റെ ഭാഗമാണോ അത് ചെയ്യുന്നത്, അതോ ഈ നിമിഷത്തിലായിരിക്കുന്ന വ്യക്തതയുള്ള ഉണർന്നിരിക്കുന്ന ഞാനാണോ അത് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ഇനി അല്പം കൂടി മികച്ച ശ്വസനമാകുന്നത് അത് ഹാർട്ട് ഫോക്കസ്ഡായി ചെയ്യുമ്പോഴാണ്. ഹാർട്ട് ഫോക്കസ്ഡായ രീതിയിൽ ശ്വസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെ കാം ഡൗൺ ചെയ്യുക മാത്രമല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റം മുഴുവനെയും ഹാർമോണൈസ് ചെയ്യുന്നു, സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ് ഉയർന്ന HRVക്ക് കാരണമാകുന്നു. HRV അഥവാ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി സ്ട്രെസ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാനും കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസിനും വൈകാരികമായി സ്ട്രോങ് ആവാനും സഹായിക്കുന്നു. ഇതുകൂടാതെ ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ് ഹാർട്ട് ബ്രെയിൻ കൊഹിറൻസിനും കാരണമാകുന്നു. അതായത് ഹൃദയവും തലച്ചോറും സംയോജിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ ഫാസ്റ്റർ ആകുന്നു, സ്മാർട്ടർ ആകുന്നു, കൂടുതൽ കൈൻഡ് ആകുന്നു, കൂടെ വ്യക്തതയുള്ളവരായി മാറുന്നു എന്ന് ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനങ്ങൾ കാണിക്കുന്നു. ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ് 20ഓളം മിനിറ്റ് എടുത്ത് കുറച്ചാഴ്ചകൾ ചെയ്താൽ അത് നമ്മെ ബെറ്ററായി ഫീൽ ചെയ്യാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിനായി നമ്മുടെ അവബോധത്തെ തലയിൽ നിന്നും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഹൃദയത്തിലൂടെ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കാം. കൂടെ ഏതെങ്കിലും നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാം. ഉദാഹരണമായി, ഈ അടുത്ത് നന്നായി ചിരിച്ച ഒരു സംഭവമോ ഏതെങ്കിലും ഒരു നല്ല ഓർമ്മയോ മറ്റും. ഇതാണ് ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ്. ഇത് മുൻപ് സൂചിപ്പിച്ച പല ബെനിഫിറ്റ്സിനും കാരണമാകുന്നു. അതുകൊണ്ട് ഹാർട്ട് ഫോക്കസ്ഡ് ബ്രീതിങ് കുറച്ച് സമയമെടുത്ത് ദിവസവും ചെയ്യാൻ ശ്രമിക്കാം.